ഹായ്, ക്രാഫ്റ്റ് ഓഫ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോർട്രേറ്റ് പെയിൻറ്റിങ്ങിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് അടിക്കാൻ പോവാണ് എന്നാണ്. നമ്മൾ വൈറ്റ് പൊട്ടിക്കാൻ കേട്ടാണ് ഇതാണ് അടിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് കുറച്ച് പെയിൻ്റാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇത് ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് അതിൽ കൂടുതൽ എടുത്ത് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ഒഴിച്ച് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആക്കി ആവശ്യത്തിന് എടുത്ത് അടിച്ചാൽ മതി കേട്ടോ. നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പെയിൻ്റ് ഒന്ന് ശരിക്കും കലങ്ങാനുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ അടിക്കാണ്ട. നമ്മളപ്പോൾ ഇത് അടിക്കും. പെയിൻറ്റിങ് അടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മത്സരത്തിന് മുമ്പ് രണ്ട് എണ്ണം നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി രണ്ടെണ്ണം കൊണ്ടുപോയിട്ട് ഒരെണ്ണം മുമ്പ് നമ്മൾ ഇതുപോലെ അടിച്ച് എടുത്ത് വെച്ചിട്ട് മറ്റൊരു അടിക്കുക. എന്നിട്ട് അതടിച്ച് 2 സെക്കൻഡാമത്തെ അടിച്ച് കഴിയുമ്പോഴേക്കും അത് എന്തായാലും മറ്റേ ഫസ്റ്റ് അടിച്ചത് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 കോട്ട് അടിച്ചാൽ നന്നായിരിക്കും. നല്ല കളറ് കറക്റ്റ് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഒരു കോട്ട് അടിച്ച് എത്തിച്ചതിന് ശേഷം നമുക്ക് വരുന്നതിന് ശേഷം വീണ്ടും ഒരു കോട്ടും കൂടി അടിച്ചാൽ നല്ല കളറ് കിട്ടും. അപ്പോൾ നമ്മൾ മത്സരത്തിന് മുമ്പ് 2 കോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കോണത്തിൽ നമ്മൾ വൈറ്റ് അടിച്ച് എടുത്തു വെച്ചിട്ട് രണ്ടാമത്തെ അടിക്കുക. അപ്പോൾ രണ്ടാമത്തെ അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മറ്റേ ഫസ്റ്റ് അടിച്ചത് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ വർക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിതേക്ക് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു കോട്ടും കൂടി അടിച്ച് നമുക്ക് നല്ല വൈറ്റ് കളർ ശരിക്കും അവിടെ എടുത്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ ഒരു കോട്ട് അതിൽ ചെറിയൊരു കളർ വ്യത്യാസം കൂടി കയറാൻ വൈറ്റ് കേട്ടോ. ഇപ്പം തന്നെ പിന്നെ ഉണങ്ങി കഴിഞ്ഞു കണ്ടല്ലോ. ഇപ്പോൾ വേഗം ഉണങ്ങി കഴിഞ്ഞു. അപ്പോൾ ഒരു കോട്ടും കൂടി അടിച്ച് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വൈറ്റ് പെയിൻ്റൊക്കെ ഇത് ഉണങ്ങിയിട്ട് നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2.5 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് താഴ്ത്തിക്കൊണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വേണമെങ്കിൽ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ മുകളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. 6 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചിട്ട് ഞാൻ ഇവിടെ ഇനി 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി കണ്ടോ. ഇതുപോലെ ചുറ്റും നമ്മൾ മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ 6 സെൻറ്റിമീറ്റർ മാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ റൗണ്ട് നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഇതിങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഇത് പകലം കൂട്ടി നേരത്തെ മാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ അടുപ്പിച്ച് മാർക്കിങ് ചെയ്തതിന് ശേഷം അതിനിങ്ങനെ കൊള്ളിക്കുക. ഇത് മുട്ടിച്ചാൽ മതി. എന്താ അതുപോലെ അടുത്തടുത്ത് വെച്ച് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടിടുക. ഇവിടെ മാർക്ക് ചെയ്ത് നെയ്യിലേക്ക് മുട്ടിച്ച് ഉണ്ടോ. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഔട്ട്ലൈൻ കിട്ടും. എഴുതി ഇവിടെ നിന്ന് പോകുന്നു. റൗണ്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യും. ഇതിവിടെ ഓവല അതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനെ വളയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ റബ്ബർ ഇട്ടാലും നിൽക്കില്ല. കാരണം ഇത് ഊർന്ന് പോകും. നിരപ്പായുള്ള സ്ഥലം കറക്റ്റായിട്ടുള്ളടത്ത് മാത്രമേ ഇങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ റൂൾ കൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് മാർക്ക് ചെയ്തത്. പക്ഷേ റൂളിൽ തെളിയാൻ ബുദ്ധിമുട്ടണം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പേന കൊണ്ട് തെളിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. പേന വേഗം നന്നായിട്ട് തെളിയും. പിന്നെ എന്താ കറക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ താഴ്ത്തി കൂടി 4 സെൻറ്റിമീറ്റർ ഞാൻ എടുക്കണം. ഇത് നോക്കി കേട്ടോ. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു വേണ്ട. ഇനി അതിൻ്റെ തൊട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചു വേണ്ട. 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ 4 സെൻറ്റിമീറ്ററിലേക്ക് ഇവിടെ നിന്ന് എത്തിക്കുക വേണ്ട. നമ്മൾ വീണ്ടും കണ്ടില്ലേ 4 സെൻറ്റിമീറ്ററിന് ഇവിടെ ഈ തൊട്ട് ഇപ്പുറത്ത് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് മുട്ടിച്ചാൽ മതി ഉണ്ടോ. ഇങ്ങനെ നമ്മൾ ചുറ്റും കൊണ്ടുവരാം. വേഗം ഒറ്റടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് കഴിയും. അപ്പോൾ അത് നമ്മളിപ്പോൾ പേപ്പർ കൊണ്ട് അടയാളപ്പെടുത്തി. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ പുതിയ മോഡലെല്ലാം പറഞ്ഞില്ലേ ആ രീതിയിലൊന്ന് അടയാളപ്പെടുത്തിക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അടുത്ത അടിയത്തിൽ ഏതെന്നുള്ളതാണ് വേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ മുക്കിറ്റ് വെച്ചതിന് ശേഷം പതിയെ വരച്ച് കൊടുത്തത് കറക്റ്റായിട്ട് കിട്ടും.
നമ്മൾ കറക്റ്റ് ആ പറഞ്ഞിടത്ത് തന്നെ വന്നില്ലേ, കറക്റ്റ് കുറച്ചും കൂടി എളുപ്പത്തില്ല. ഇതും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ലൈൻ വേണം, അതിന് വരയ്ക്കാൻ പോകുന്നുണ്ടോ. ഒരു കട്ട നമ്മൾ ഒരെണ്ണം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് കണ്ടോ അടുത്ത ലെയർ. ഓക്കെ, ആ ലെയറിൽ ഇതിപ്പോൾ നമ്മൾ എല്ലാം ഊരിക്കഴിഞ്ഞാൽ ഈ ഒരു ഏറ്റടിക്ക് ഒരു ലെയർ കൂടി വരയ്ക്കുള്ളൂ ഉണ്ടാ. ആ ഡിസൈൻ വേണ്ടി ഒരു ലെയറിന് ഇപ്പോൾ ഈ പലയുടെ ഇതിലാണ് വെച്ചുള്ളത് കണ്ടോ. ഇതിൽ വെച്ച് നമുക്ക് ഒരു ലെയർ കൊണ്ട് വരയ്ക്കും. ഓക്കെ, ഇപ്പം നമ്മൾ വരച്ച് കഴിഞ്ഞോണ്ടേക്ക് ഇനി നമുക്കിതിൽ പുതിയ ഡിസൈനുകൾ. ഇതിപ്പോൾ റൗണ്ട് കിട്ടി, നമുക്ക് ഇനിയിപ്പോൾ കള്ളികളോ ഇഷ്ടമുള്ള ആർച്ചോ ഏതെങ്കിലും ഡിസൈനിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾക്ക് ഇനിയിപ്പോൾ കള്ളി തിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ അകലം കിട്ടാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യണം. അതിനിപ്പോൾ ഒന്നിൽ ടേപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിൽ നൂലായാലും ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ടേപ്പ് ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിത് ഏറ്റവും സെൻറ്ററിലാണ് എടുക്കുന്നത്. സെൻറ്റർ ഇതിലിപ്പോൾ 20 ഇഞ്ച് വട്ടമുണ്ട്. അപ്പോൾ 20 ഇഞ്ചിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ സെൻറ്റർ കിട്ടണമെങ്കിൽ 10 ഇഞ്ച് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ഇപ്പോൾ 2 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 ഇഞ്ച് അകലത്തിൽ ഗ്യാപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിൽ 2 ഇഞ്ചിലാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ അളവ് അത് നമ്മൾ ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തു. 2 ഇതിൽ നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്നത് കേട്ടോ. നമുക്ക് കിടത്തിയിരുന്നെങ്കിൽ കിടത്തിയിടാം. 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം എല്ലാ അളവും. മാർക്ക് ചെയ്ത് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഡിസൈൻ നല്ല ഡിസൈൻ ഓരോന്ന് മാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിൻ്റെ മാർക്ക് ഇത്രയും ഇത് വർക്ക് എത്തിക്കണം. അതിന് ഓരോ ഡിസൈൻ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇതിന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പേന കൊണ്ട് വരച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് നല്ലത്. പക്ഷേ പെൻസിൽ കൊണ്ട് നമുക്ക് വരച്ചെളിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പേജിൽ കേട്ടോ. അപ്പം നമ്മൾ കൂജലിത് നമ്മൾ ഡിസൈനൊക്കെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിൽ പെയിൻറ്റ് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പം എൻ്റെ ഓരോ വർക്കുകൾ നോക്കിയിട്ടില്ലേ, മുകളിൽ നമ്മൾ ചിലന്തി വലയുടെ ഡിസൈൻ ഇട്ടുള്ളത് കണ്ടില്ലേ. അത് മാർക്ക് ചെയ്തിട്ട് അടിയിരിക്കുള്ളത്. അതിൻ്റെ പിന്നെ ഒരു പകുതി ഫ്ലവർ കണ്ടില്ലേ, പകുതി പൂവിനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ആർച്ച് വെറുതെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ളത്. പിന്നെ അത് ചെക്ക് കണ്ടില്ലേ. ഇത്രയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുക കേട്ടോ.